പ്രത്യാശയാനുദിനം വർദ്ധിക്കട്ടെ.
ദൈവിക സമാധാനവും മോവാബിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു. അന്ന് നമ്മൾ ചുംബിച്ചു പിരിഞ്ഞപ്പോൾ വാസ്തവത്തിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഓർത്തില്ല. എല്ലാറ്റിനും കാരണം നമ്മുടെ അമ്മച്ചിയാണ്. മകളോൻ അച്ചായനോട് ഉള്ളതുപോലെ തന്നെ എനിക്കും നമ്മുടെ അമ്മച്ചിയെ വളരെ ജീവനായിരുന്നു. അമ്മച്ചിയെ പിരിയുന്നത് എനിക്ക് ഓർക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. നീ ഓർക്കുന്നോ എൻ്റെ മക്കളെ എന്നല്ലേ അമ്മച്ചി നമ്മളെ വിളിക്കുന്നത്? ഏറെ സങ്കടവും കയ്പും ഒക്കെ നിറഞ്ഞ ജീവിതമായിരുന്നു. എങ്കിലും തികഞ്ഞ ദൈവാശ്രയമുള്ളവളായിരുന്നു നമ്മുടെ അമ്മച്ചി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടന്ന് ബേത്ലഹേമിൽ എത്തിയപ്പോൾ ഒന്ന് കാണേണ്ടതായിരുന്നു അവിടെയുള്ളവരുടെ സന്തോഷവും ആനന്ദവും. ഞാൻ ഒന്നും മടിച്ചു നിന്നില്ല. പുതിയ സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാരും ഒന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് കുറച്ച് വിശ്വസിച്ച് അമ്മച്ചി പറഞ്ഞതൊക്കെയും അനുസരിച്ച് ഓരോ സമയവും ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഞാൻ അനുഭവിച്ചു. നമ്മുടെ മോവാബിലെ അവസ്ഥ അല്ല ഇവിടെ. ആത്മീയമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ആണ് ഇവിടെ. അവിടുത്തെ പോലെ കേവലം പാട്ടും ന്യായപ്രമാണവും കൊണ്ട് ഒതുങ്ങുന്നില്ല ഇവിടെ. ആത്മീയമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ഇവിടുത്തെ ആരാധനയിൽ. ദൈവദാസന്മാർ ദൈവവചനം സംസാരിക്കുമ്പോൾ എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. എന്റെ ഓർപ്പെ ബോസച്ചായനെ കണ്ടത് ഒരു കഥയാണ്. നേരിൽ കണ്ടാൽ വിസ്തരിച്ചു പറയാം. അദ്ദേഹം വളരെ ദൈവഭയമുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മോവാബ് ദേശത്തിനായും പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും ഇടയാകട്ടെ. ഓർപ്പെ, ഞാൻ പൊങ്ങച്ചൊന്നും പറയുവാനാണെന്ന് വിചാരിക്കുന്നു. ഈ ദേശത്തുള്ളവരിൽ എല്ലാവരും ഏറ്റവും ധനികനാണ് എന്റെ ബോസച്ചായൻ. ഞാൻ ഇത് എഴുതുമ്പോൾ അമ്മച്ചി തൊട്ടടുത്ത് നിൽക്കുകയാണ്. കത്ത് കിട്ടിയത് മുതൽ ഞാൻ പല പ്രാവശ്യം അമ്മച്ചിയെ വായിച്ച് കേൾപ്പിച്ചു. അമ്മച്ചി പലപ്പോഴും കണ്ണുകൾ തുടയ്ക്കുന്നത് കാണാമായിരുന്നു. ദൈവകൃപയാൽ അമ്മച്ചി ആരോഗ്യവതിയായിരിക്കുന്നു. നിന്നെ ഓർത്ത് അമ്മച്ചി സങ്കടപ്പെടാറുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. ദൈവഹിതമായ വീട്ടിൽ ഒരു കുഞ്ഞ് അതിഥിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ 3 പേരും. അന്ന് ഞങ്ങളുടെ വിവാഹ ദിവസം സഭയിലെ മൂപ്പന്മാരൊക്കെ ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞതാണ്, ഇസ്രായേൽ ഗൃഹം പണിത റാഹേലിനെ പോലെയും ലേയെ പോലെയും നീയും ആകട്ടെ എന്ന്. ഞാനും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. സർവശക്തനായ ദൈവത്തിൽ സകലവും ഫലമേൽപ്പിക്കുന്നു. നീ ഇങ്ങോട്ട് വരുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ നിന്റെ സഹോദരി തിരുത്തണം. ചൂണ്ടിക്കാണിക്കുന്ന കാര്യമില്ലല്ലോ, എല്ലാവർക്കും സുപരിചിതമാണ്. എങ്കിലും പണ്ട് ആത്മീയ ജീവിതത്തിലെ ഒരു പിതാവ് മരിച്ചതിന് ശേഷം
ഈ കാലത്തെ ആത്മീയ ജീവിതം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയുക എന്ന് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ടല്ലോ. ഇത് അതിനെ ആസ്പദമാക്കി ഒരു പഴയകാല പിതാവും പുതിയ തലമുറയെ കണ്ടുമുട്ടുന്ന ചില രസകരമായ സംഭാഷണത്തിലേക്ക്. ഇത് മരിച്ചവരെയോ ജീവിച്ചിരിക്കുന്നവരെയോ യാതൊരു ബന്ധവുമില്ല. എന്റെ ദൈവമേ, ഞാനിതെന്താ കാണുന്നേ? ഞാൻ ജീവിച്ച കാലമല്ലല്ലോ ഇപ്പോഴൊന്നും. ഒരുപാട് മാറിയിരിക്കുന്നു. അന്നത്തെ കാലം എന്ത് രസമായിരുന്നു. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മോളെ മോളെ ഇവിടെ ഉള്ളതാണോ? മോളെ എങ്ങോട്ടാണ്? എന്തെങ്കിലും ഫംഗ്ഷന് പോകാൻ നിൽക്കുകയാണോ? ഞാൻ സഭായോഗത്തിന് പോവുകയാണ്. സഭായോഗത്തിനോ? മോളുടെ പേരെന്താണ്? അന്ന. മോളെ ഏത് ചർച്ചിലേക്കാണ് പോകാൻ നിൽക്കുന്നത്? ഓ ദൈവമേ, കാലം എന്തേറെ മാറിയിരിക്കുന്നു. അന്നത്തെ കാലത്ത് ഒരു ദൈവപൈതലിനെ കണ്ടാൽ നമുക്ക് എവിടെ നിന്നാലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നത്തെ വേഷം നോക്കി. മോളെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ ഫംഗ്ഷന് പോകാന്നാണ് കേട്ടോ. ഇതല്ല, ഞങ്ങളുടെ ചർച്ചിൽ എല്ലാവരും ഇത് വെറും സിമ്പിളാണ്. അയ്യോ, എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. അന്ന് എങ്ങനെയായിരുന്നു വെള്ളയും വെള്ളയിട്ട് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾക്ക് ഫുള്ള് കളർഫുൾ ആണ്, റെയിൻബോ കളറാണ് ഞങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. എന്റെ ദൈവമേ, ആദ്യത്തെ സ്നേഹത്തെ കുറിച്ച് മോൾക്ക് എന്തെങ്കിലും അറിയുമോ? സ്നേഹം എനിക്ക് മറ്റു പല സ്നേഹങ്ങളെ പറ്റി അറിയാം. മോളെ, എന്നാ അങ്ങനല്ലായിരുന്നു. ചർച്ചിലെ ഒരാൾ വയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ചെല്ലുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കൈ കോർത്ത് പിടിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. അവർക്ക് വയ്യാതെ കിടന്ന് അവിടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും എന്ത് ഒത്തൊരുമയാണ് ഞാൻ കഴിഞ്ഞിരുന്നതെന്ന് അറിയോ? മോൾക്ക് അതൊക്കെ അറിയാമോ? എനിക്കിതിനെ പറ്റി ഒരു അറിവുമില്ല. പോരാത്തതിന് ഞാനിതെങ്ങനെ വിശ്വസിക്കും? ഞങ്ങളുടെയൊക്കെ അടുത്തൊക്കെ ആണെങ്കിലും ആരും വയ്യാതെ കിടന്ന് ഒരു ആൾക്കാരും വന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാലം ഒരുപാട് മാറിയിരിക്കുന്നു. അന്ന് മാസ്റ്റർമാരൊക്കെ ആണെങ്കിലും വന്ന് വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു വിടുതൽ പ്രാപിച്ചിട്ടേ അവർക്ക് കടന്നു പോകത്തുള്ളായിരുന്നു. അതെയോ? എനിക്കതൊന്നും വിശ്വസിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്ന കാര്യങ്ങളല്ല. എന്റെ ദൈവമേ, ഇപ്പോഴത്തെ ആരാധന സമയമൊക്കെ എങ്ങനെ? മോള് ഇപ്പൊ സമയം ഒരുപാടായല്ലോ. ഇപ്പൊ എന്താണ്? അത് ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ചിലപ്പോൾ 2 മണിക്കൂറായിരിക്കും കുറഞ്ഞത്. അത് തന്നെ ഞങ്ങൾ കഷ്ടിച്ചായിരിക്കുന്നത്. ഇപ്പൊ തന്നെ സമയം 10 മണി കഴിഞ്ഞല്ലോ. അത് എല്ലാവരും അങ്ങനെ ലേറ്റ് ആയിട്ടൊക്കെയാ വരുന്നത്. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ കഴിയുകയും ചെയ്യും. അന്നൊക്കെ ചൂട്ട് കത്തിച്ച് വലിയ ബൈബിളൊക്കെ പിടിച്ച് അന്നത്തെ കാലത്ത് ദീർഘദൂരം നടന്നായിരുന്നു സഭയിലെത്തിയിരുന്നത്. അതും കൃത്യസമയത്ത്. ഇന്ന് വണ്ടിയുണ്ട്, കാറുണ്ട്, എന്നാലും കൃത്യസമയത്ത് എത്തിക്കാനോ ആരാധനയിൽ പങ്കെടുക്കാനോ ആർക്കും കഴിയുന്നില്ല. ഏതൊരു ലോകമാണിത്? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇത് വളരെ ശീലമായിട്ട് എടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഓ ദൈവമേ, ഇന്നത്തെ കാലത്ത് വിശുദ്ധി വേർപാടൊക്കെ ഉണ്ടോ? വിശുദ്ധി വേർപാടോ? അതെന്തോ? മോളത് കേട്ടിട്ടില്ലേ? ഇല്ല. ദൈവമേ, നമ്മുടെ ബൈബിൾ വായിക്കാറില്ലേ? ഇപ്പം മൊബൈലുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യും. ആരാധനയ്ക്ക് ബൈബിളിലാണോ മോള് പോകുന്നത്? ആരാധനയ്ക്ക് ഞങ്ങൾ ബൈബിളൊന്നും യൂസ് ചെയ്യാറില്ല. ഞങ്ങളുടെ സഭയിലുള്ള പാസ്റ്റർമാരും മുതിർന്നവരും എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. ടെക്നോളജിയിലാണ് ഞങ്ങൾ എല്ലാവരും. എന്റെ ഫോണിൽ കിട്ടുമോ ബൈബിള്? അതെ, തീർച്ചയായും. അപ്പച്ചതിനെ പറ്റി വലിയ അറിവില്ല എന്ന് തോന്നുന്നു. ഓ, അന്നത്തെ കാലത്ത് നമുക്ക് വലിയ ബൈബിളുകളാണ്. അധികം ദിവസവും നമ്മൾ രാവിലെ എണീറ്റ് വായിച്ച് വിടുതൽ പ്രാപിച്ചായിരുന്നു നമ്മൾ ഓരോ ചർച്ചിലും ആരാധനയ്ക്ക് കടന്നുകൊണ്ടിരുന്നത്. ഞാൻ ബൈബിൾ പ്രത്യേകിച്ച് കണ്ടിട്ട് പോലുമില്ല. ജസ്റ്റ് എവിടെയുള്ള ഒരു മ്യൂസിയത്തിലൊക്കെയാണ് ഇപ്പം ജസ്റ്റ് പൊടിയിൽ തട്ടി ഇരിക്കുന്നത് കാണുന്നത്. അതായത് പഴമക്കാരെ യൂസ് ചെയ്യുന്ന സാധനമായിട്ടൊക്കെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഓക്കെ, ഇന്ന് മുട്ടുമേലിരുന്ന് ആരാധിക്കാൻ പോലും ആർക്കും പറ്റില്ല തോന്നുന്നു. മുട്ടുമേല ഞങ്ങൾ പള്ളിയിൽ ഇരിക്കാറേ ഇല്ല. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ അങ്ങനെ ആഴ്ചയിൽ ഒരിക്കലാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രസ്സിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കാറുള്ളത്. മോള് ഡ്രസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അന്ന് വെള്ളയൊക്കെ ഇട്ടായിരുന്നു ആൾക്കാർ സഭായോഗത്തിന് കടന്നു വന്നിരുന്നത്. ഇന്നെന്താണ്, പുതിയ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിയാണോ? അത് തീർച്ചയായും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. ഒന്നാമത് ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രസ്സ് കാണിക്കാൻ പറ്റും. പിന്നീട് വരുന്നത് സഭയിലാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ഞങ്ങൾക്ക് ഒരുങ്ങി വരാൻ സാധിക്കുന്നത് സഭായോഗത്തിന് ചെല്ലുമ്പോൾ ഓരോ ആന്റിമാരും അങ്കിൾമാരും ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് കാണാൻ, അവർ വന്നിറങ്ങുന്ന വണ്ടി തന്നെ കാണാൻ എന്ത് രസമാണ്. ഞങ്ങൾ സത്യത്തിൽ അവരെ ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെന്തക്കോസ്ത് സഭയിലേക്ക് പോകുന്നത് തന്നെ. മോളെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നിത്യതയിൽ ചേരാൻ കഴിയില്ല. നിത്യതയോ? അങ്ങനെ ബൈബിളുണ്ട്. ബൈബിൾ ഇടയ്ക്ക് വായിക്കുകയൊക്കെ ചെയ്യണം, എന്നാലും ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും. പ്രസംഗത്തിന് പാസ്റ്ററുകളൊന്നും പ്രസംഗിക്കാറില്ല. നിത്യതയെ പറ്റിയൊന്നും ഞാൻ കേട്ടിട്ടുള്ളത് കടന്നു വരും, അനുഗ്രഹം പ്രാപിക്കും, ലോകത്തിൽ കുറെ ജോലി നേടും, ഉന്നത പൊസിഷൻ കിട്ടും, അതൊക്കെയാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അങ്ങനല്ല മോളെ, ബൈബിളിൽ അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, മോളെങ്കിലും മറ്റുള്ള തലമുറയ്ക്ക് മാതൃകയായി തീരണം. ഞാൻ മാത്രം എന്തിനങ്ങനെ ജീവിക്കുന്നു? എല്ലാവരും ഒരുപോലെയല്ലേ ജീവിക്കുന്നത്? നിത്യതയിൽ ചേരണമെങ്കിൽ മോള് മറ്റുള്ളവർക്ക് വേണ്ടി അത് പറഞ്ഞു കൊടുക്കുകയും മോള് നിത്യതയിൽ
നിദ്രയിൽ ചേരാനുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്യണം. അപ്പച്ചനൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒന്നാമത് സമയമില്ലാത്ത സമയത്താണ് ആരാധനയ്ക്ക് പോകുന്നത്. ഇപ്പൊ അപ്പച്ചനോട് സംസാരിച്ചത് തന്നെ എന്റെ കുറച്ച് സമയം വേസ്റ്റ് ആയിട്ടുണ്ട്. ഈ റബ്ബിഷ് കാര്യങ്ങളൊന്നും കേൾക്കാനുള്ള സമയം അങ്ങനെയല്ല. ദൈവം നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അത് മനസ്സിലാക്കി മോളെങ്കിലും മുന്നോട്ട് പോയി പുതുതലമുറയെ. ഇത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ദൈവം മരിച്ചു. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുവാൻ സാധിക്കുന്നില്ല. എന്റെ ചുറ്റുപാടുള്ള ഞങ്ങൾ ഇതിനെപ്പറ്റി ദൈവം എന്ന് പോലും നിങ്ങൾ അങ്ങനെ പള്ളിയിൽ പറയല്ല. ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരാധിക്കുന്ന മറ്റുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അതേ ഉള്ളൂ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളെ തെറ്റ് പറ്റിയത് പറ്റി. ഇനിയെങ്കിലും അപ്പച്ചൻ പറയുന്നത് കേൾക്കും. അപ്പച്ചൻ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ കേൾക്കണം? അപ്പച്ചൻ എന്ത് റീസൺ ആയിട്ടാണ് പറയുന്നത്? കർത്താവ് എന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ല. ഇനിയെങ്കിലും നിത്യതയിൽ ചേരാനുള്ള കാര്യങ്ങൾ ചെയ്യും. യേശു ആരാണെന്ന് പോലും അറിയാത്ത ഞങ്ങളുടെ അവസ്ഥ അപ്പച്ചനൊന്ന് മനസ്സിലാക്കണ്ടേ? ദൈവം നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അതെയോ? അതെ. അതുകൊണ്ട് ഇനി നിദ്രയിൽ ചേരാനും കൃത്യസമയത്ത് പള്ളിയിൽ പോവുക, ദൈവമക്കളെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോയി മോളെ കണ്ട് മറ്റുള്ളവര് പഠിക്കാനിടയാകും. അപ്പച്ചൻ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിത്യത എന്നൊരു കാര്യമുണ്ട്. അവിടെ നമുക്ക് പോകണമെങ്കിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ പോകില്ലെന്നാണ് അപ്പച്ചൻ ഉദ്ദേശിക്കുന്നത്. അതെ അതെ. ഓക്കെ അപ്പച്ചൻ, എനിക്ക് എന്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായും ഞാൻ ഇനി അതിനുവേണ്ടി ശ്രമിക്കും. ഞാൻ ഇനി ഇങ്ങനെയൊന്നും ലോകത്തിനനുസരിച്ച് ജീവിക്കത്തില്ല. ഞാൻ മറ്റു ആദ്യമ അപ്പച്ചന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് വെറും ഒരു സാങ്കല്പിക ലോകം പോലെയുള്ളതാണ്. മറ്റിൽ നിന്നും പഴയതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് എന്ന് എനിക്കിത് മനസ്സിലായി. ഇനി അപ്പച്ചൻ പറഞ്ഞ പാത പിന്തുടരാൻ ഞാൻ തയ്യാറാണ് അപ്പച്ച. ഓക്കെ മോളെ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു,
ദിനവൃത്താന്തങ്ങളിൽ ഇരുണ്ടൂണ്ടല്ലോ പുസ്തകങ്ങളിലെ സ്നാനഗമ്യവൈസ്തരീയോ എത്ര മനോഹര സങ്കീർത്തനം സദൃശ്യവാക്യങ്ങൾ പിന്നാലെ പ്രസംഗി ഉത്തമഗീതവും മെസ്സയ്യാവും നിരമ്യ വിലാപങ്ങളെ സ്കേദാനി ചേരട്ട കൊശിയായോ വിരുമേ അമസ്വദ്യവയോനെയും മികൈ നാവും അവക്കു സഫന്യാവും നക്കായി സകര്യമനകിങ്ങൻ പഴയതിൽ 30 താൻ പുതിയതാം നിയമത്തിൽ പുസ്തകം തുടങ്ങും മത്തായി സുവിശേഷം മർക്കോസുടൻ ലൂക്കോസ് യോഹന്നാൻ അപ്പോസ്തലരും തക്കതായുള്ളൊരു റോമക്കാരും ഗലാത്യർ എഫെസ്യർക്ക് ഫിലിപ്പിയർ കൊലോസ്യക്കാരുമേ 1-2 തെസ്സലോനിക്കരും തിമോഥെയോസിനു 2 കേൾക്കണം തീത്തോസിനും ഫിലോമോനും 1 എബ്രായർ യാക്കോബ് 2 പത്രോസ് യോഹന്നാനിലെ 3 ലേഖനവും പുതിയതാം നിയമത്തിൽ അവസാനം കാണും യൂദയും വെളിപ്പാടും കൂടെ വേണം. ഇങ്ങനെ പേരുകൾ മനഃപ്പാടമാക്കണം, അല്ലെങ്കിൽ പോരായ്മ ക്രിസ്തീയരെ. വിനീതമായ നമസ്കാരം. ഇന്നിവിടെ നടക്കുന്ന പരിപാടി ഡോക്ടറിനോട് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ക്രൈസ്തീയ ലോകം നേരിടുന്ന ആത്മീയ അധപതനത്തിനും ആത്മീയ ഞരമ്പ് രോഗത്തിനും ഉള്ള ഒരു ചർച്ചയാണിത്. ഇതിന് ഡോക്ടറുണ്ട്, പുള്ളി നമ്മളോട് അതിന്റെ പരിഹാരങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എത്തിയിരിക്കുന്നത് ഒരു പ്രശസ്തനായ ഒരു ഞരമ്പ് രോഗിയും ഗിൽഗാൽ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറുമായിരിക്കുന്ന ഡോക്ടർ ലൂക്കോസ് വാഴക്കലാണ്. എല്ലാവർക്കും കൈയടിയോടെ അദ്ദേഹത്തെ സ്വീകരിക്കും. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ഇരിക്കുന്നു. സോറി, ഒരു തിരുത്തുണ്ട്. ഞാൻ മനോരോഗിയല്ല, മനോരോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അയ്യോ സോറി ഡോക്ടർ, സോറി, എന്റെ മിസ്റ്റേക്ക് ആണ്, സോറി. പിന്നെ ഡോക്ടർ എന്നുള്ള വിശേഷം? താങ്കൾ ഈ ഫീൽഡിൽ ഇത്തിരി നാളായി വർക്ക് ചെയ്യും. അപ്പം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്താ? ഞാൻ ആക്ച്വലി 15 years ആയിട്ട് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. എനിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം എന്തുവാണെന്ന് എനിക്കറിയില്ല. മനോഹരം, മനോഹരം. നമുക്കിപ്പോൾ അധികം സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കോളിലേക്ക് പോവാം. വിളിക്കേണ്ട നമ്പർ 88888845 ആണ്. എല്ലാവരും പെട്ടെന്ന് വിളിക്കുക. ആദ്യം കിട്ടുന്ന 5 പേർക്കേ വിളിക്കാൻ ഇവിടെ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വിളിക്കാവുന്നതാണ്. ഡോക്ടറെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇത് ആരാന്ന് നോക്കാം. ഹലോ, കേൾക്കാമോ? ഹലോ 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 കേൾക്കാമോ? ഹലോ പറഞ്ഞോളൂ. എനിക്ക് ചെവി കുറച്ച് പ്രശ്നമുണ്ട്. കേൾക്കാമോ? ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ ചാക്കരയിൽ നിന്ന് ചിന്നമ്മയാണ് സംസാരിക്കുന്നത്. ഓക്കെ ചിന്നമ്മ, പറഞ്ഞോളൂ. ഡോക്ടറിനോട് സംസാരിക്കാം. എനിക്ക് ഡോക്ടറിനോടൊന്ന് സംസാരിക്കണം. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്റെ ഡോക്ടറെ, എന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഞാൻ അബുദാബിയിലെ ഷാലോൺ ചർച്ചിലെ മെമ്പറാണ്. എനിക്ക് സാക്ഷ്യം പറയുമ്പോഴാണ് ഹലോ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അമ്മാമിക്ക് കേൾക്കാമോ? ഹലോ നെറ്റ്വർക്ക് കട്ടായതാണ്. സാക്ഷ്യം പറയാൻ സമയത്താവുമ്പോഴാണ് ഞാൻ ഒരാഴ്ച നടന്ന കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങ് പറഞ്ഞ് സഭയോഗം തീരുന്ന സമയമാകുമ്പോൾ പാസ്റ്റർ 2-3 കൊട്ട് ടേബിളിൽ അങ്ങ് തരും. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് സമയം മൊത്തം പോയല്ലോ എന്ന്. ഡോക്ടറെ, ഇത് വല്ല മരുന്നുണ്ടോ? ഞാൻ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്തു, ബട്ട് ഇതിനൊരു മരുന്നും പ്രയോജനമില്ല. ഇതൊരു രോഗമാണോ ഡോക്ടറെ? അതെ, ചാവക്കാട്ടുള്ള ചിന്നമ്മേ, ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു രോഗമാണ്. നമ്മൾ മെഡിക്കലി ഇതിനെ സാക്ഷ്യവാണിയ നിർത്തലില്ലായ്മ എന്നാണ് പറയുന്നത്. ഇത് ഭയപ്പെടാനായിട്ട് വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ നന്നായിട്ടൊന്ന് ചികിത്സിച്ചാൽ ഈ രോഗത്തിനുള്ള പ്രതിവിധി നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. സാധാരണയായി ഇപ്പം മിക്ക ചർച്ചകളിലും, ഇപ്പോഴല്ല പണ്ട് തൊട്ട് മിക്ക ചർച്ചകളിലും ഇത് നമ്മൾ കണ്ടുവരുന്നതുള്ളതാണ്. നമുക്ക് 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. എന്നിരുന്നാലും പുരുഷന്മാരിലും ഇത് ചെറിയ തോതിൽ കണ്ടുവരുന്നുണ്ട്. ഇത് നാം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ ചിന്നമ്മ, ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് മരുന്നൊക്കെ കഴിക്കുവാൻ ചിന്നമ്മയ്ക്ക് പറ്റുമോ? ഓക്കെ ചിന്നമ്മ, നമുക്കിവിടെ ഒരു ഗിലയാദ് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ, ആ സ്റ്റോർ ഇപ്പോൾ എല്ലാ ഔട്ട്ലെറ്റിലും ലഭ്യമായിട്ടുള്ള കാര്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടാബ്ലറ്റ്സ് കിട്ടും. ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞ് 3 നേരം തുടർച്ചയായി എല്ലാ സൺഡേസിലും നമ്മൾ കഴിക്കണം. പിന്നീട് സാമാന്യ മര്യാദ എന്ന് പറയുന്ന ഒരു സിറപ്പ് കിട്ടും. അതും എല്ലാ ഞായറാഴ്ചകളിലും 4 ഞായറാഴ്ചകളിൽ 3 ടീസ്പൂൺ വെച്ച് കഴിക്കുകയാണ് എങ്കിൽ ഈ രോഗത്തിന് നമുക്ക് തീർച്ചയായും ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കേൾക്കുന്നു ചിന്നമ്മയ്ക്ക്
ചെയ്യാനായിട്ട് സാധിക്കുമോ? ആ, ചെയ്യാൻ സാധിക്കാം ഡോക്ടറെ. ഞാൻ കഴിച്ചോളാം. വളരെ നല്ല കാര്യം. അഥവാ ഇനി മാറിയില്ല എങ്കിൽ എനിക്കൊരു സംശയം, ചിന്നമ്മ സാക്ഷ്യം പറയാനും ചിന്നമ്മയുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഇരിപ്പുണ്ടോ? ആ, എനിക്ക് തോന്നുന്നു. ആ, ഉണ്ട്. എന്റെ കൂടെ ലില്ലിക്കുട്ടി ഉണ്ട്. ഓക്കെ, ഞാൻ അവളോട് കൂടെ പറഞ്ഞേക്കാം. ഓക്കെ, നല്ല കാര്യമാണ്. അഥവാ ചിന്നമ്മ ഇത് നിർത്തുന്നില്ല എങ്കിൽ ചിന്നമ്മ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലിക്കുട്ടിയോട് പറയണം സാരത്തുമ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിക്കാൻ. അത് അന്നേരം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈവൻ അതും പറ്റിയില്ല എങ്കിൽ ചിന്നമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, അവിടെ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന പയ്യനുണ്ടോ? ആ, ഉണ്ട്. ഓക്കെ, അവരോട് അങ്ങ് പറയണം ആ കേബിൾ അങ്ങ് ഊരിക്കളയാൻ. അതുകൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. പറഞ്ഞേക്കാമോ? ആ, ഓക്കെ ഡോക്ടർ. നന്ദിയുണ്ട് കേട്ടോ നിനക്കത് പറഞ്ഞു തന്നേന്. ആക്ച്വലി ഇത് എല്ലാ സഭയിലും പൊതുവെ ഉള്ളൊരു കേട്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പുരുഷന്മാരും ഇത് ഉണ്ട്. ഈവൻ ഇങ്ങനെ പുരുഷന്മാർക്ക് വല്ല സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 4 സഹോദരന്മാരെ കൂട്ടി ആ പുള്ളി ഒന്ന് ചെന്ന് കാണുക, എന്നിട്ട് ഒരു സഭ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പുള്ളി അവിടെ നിന്ന് പ്രബോധനം ചെയ്തുകൊണ്ടങ്ങ് ജീവിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്താ യോജിക്കുന്ന കാര്യമല്ല? ഞാൻ യോജിക്കുന്നവരോട്. ഓക്കെ, നമ്മുടെ അമ്മാവയോട് നന്ദി പറയുന്നു വിളിച്ചതില്. ഇനി അടുത്ത കോള് വരുന്നുണ്ട്, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ, കേൾക്കാമോ? ഹലോ, ഞാൻ ഏരിയാച്ചനാണ് വിളിക്കുന്നത്, എരിപ്പപ്പട്ടിന്ന്. കേൾക്കാം. ഡോക്ടറുണ്ടോ അവിടെ? എനിക്ക് കുറെ സംശയമുണ്ട്, ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഈ കഴിഞ്ഞ കുറെ ആഴ്ചകളായിട്ട് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴേ എന്തോ ഒരു ദഹനക്കേട്, ഒരു പ്രയാസം പോലെ ഇരിക്കാനായിട്ട് തോന്നുന്നില്ല. എന്തായാലും വളരെ കുഴപ്പം. ഒരു സംശയം ചോദിച്ചോട്ടെ, എപ്പോഴാണ് എലിയാച്ചന് ദഹനക്കേടൊക്കെ തോന്നുന്നത്? അത് ഈ പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴും ചില ഉപദേശിമാര് പ്രസംഗിക്കുമ്പോഴും ആ തോന്നുന്നത്. ചിലപ്പോൾ ചൊറിഞ്ഞു വരും, ചിലപ്പോൾ പൊളിച്ചത് കൊണ്ട് പോലൊക്കെ വരും. ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എലിയാച്ചന് ഈ അസുഖം എനിക്ക് മനസ്സിലായി. ഇതെന്താ പ്രശ്നം എന്നറിയാമോ? ഇത് നമ്മൾക്ക് വചനം എന്നത് ഒരു ഇരുവായ്ത്തലുള്ള വാളാണ്. അത് നമ്മുടെ ആത്മാവിനെ സന്ധിമജ്ജകളെ തുളിച്ചു ചെല്ലുമ്പോൾ എലിയാച്ചന് ഇതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തീർച്ചയായും. അത് മാത്രമല്ല, വചനത്തിന്റെ പല സത്യങ്ങളും ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത് കാരണമാണ് എലിയാച്ചന് ഇതുപോലെ ദഹനക്കേട് ഉണ്ടാകുന്നത്. വേറെ ഒരു കാര്യവുമില്ല കേട്ടോ. അത് മാത്രമല്ല, എലിയാച്ചന് ഇത് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഇതൊക്കെ പരിഹാരമാർഗം ഓട്ടോ ഇതിന് തീർച്ചയായും ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, എലിയാച്ചന്റെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേ? എരിമപ്പെട്ടി. ഓക്കെ, എലിയാച്ച ആക്ച്വലി എരുമപ്പെട്ടിയിൽ എരുമപ്പാലല്ലാതെ മറ്റെന്തെങ്കിലും പാല് കിട്ടുമോ എന്നുള്ള കാര്യത്തില് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് വചനം എന്ന മായമില്ലാത്ത പാലാണ്. അതടുത്ത് കുടിക്കാറുണ്ട്. അത് ഇടയ്ക്ക് കുടിച്ചാൽ മാത്രം പോരാ, അതിന്റെ കൂടെ അഭിഷേക തൈലം 3 നേരം കൂട്ടി കഴിക്കണം. അഭിഷേക തൈലം ഉണ്ടോ ഇപ്പൊ അവിടെ? ഇതൊക്കെ ജ്വലിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ മനസ്സിലായി എലിയാച്ച എന്താണ് എലിയാച്ചന്റെ പ്രശ്നം എന്നുള്ളത്. ഇതിന് എലിയാച്ച ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞതുപോലെ വചനം എന്ന മായമില്ലാത്ത പാല് അഭിഷേക തൈലം കൂട്ടി കഴിക്കുക. അത് മാത്രമല്ല, സഭയിൽ ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ എലിയാച്ചന് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റും. ഈവൻ അഥവാ എലിയാച്ചന് പറ്റുന്നില്ലെങ്കിൽ എലിയാച്ചന് ഒരു കാര്യം ചെയ്യും, ഒരു സാമുദായിക സഭയിലേക്ക് അങ്ങ് പോകും. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഓളെ കട്ടി ചെയ്യും. കഷ്ടം. ഓക്കെ ഡോക്ടറെ, അത് അച്ഛൻ പോകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് നോക്കാം. വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്. ഹലോ. പറഞ്ഞോളൂ. ഹലോ, ഞാൻ അന്നമ്മയാണ് വിളിക്കുന്നത്. അന്നമ്മേ, പറഞ്ഞോളൂ. വാഴയ്ക്കുണ്ടോ അവിടെ? സോറി, വാഴയ്ക്കല്ല, ലൂക്കോസ് വാഴയ്ക്കൻ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ് സിസ്റ്റർ, പറഞ്ഞോളൂ. എനിക്ക് എന്താണെന്ന് അറിയില്ല, വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് പോകാൻ സാധിക്കുന്നില്ല. എന്താണ് പ്രശ്നം? എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു ശക്തി എന്നെ പിന്നോട്ട് വലിക്കുന്ന പോലെ ഉണ്ട്. അതെന്താ ശക്തി എന്ന് എനിക്ക് അറിയാമോ? എന്ത് ശക്തിയാണെന്ന് എനിക്ക് അറിയില്ല ഡോക്ടറെ. ഓക്കെ, സന്ധ്യാസമയങ്ങളിലായിരിക്കുമല്ലോ ഈ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ ടി വി ഉണ്ടോ? ഉണ്ട് ഡോക്ടറെ. അത് കാണാറുണ്ടോ? ഇപ്പോഴും ഓണാക്കി വെച്ചിരിക്കുകയാണോ? അതെ. ഈ 7 മണിക്കത്തെ ചന്ദന സീരിയല് ഇപ്പൊ എങ്ങനെ പോകുന്നു, കാണാറുണ്ടോ? അയ്യോ, ഇതെങ്ങനെ ഡോക്ടറിന് മനസ്സിലായി? എനിക്ക് മനസ്സിലാവും, എന്റെ ഭാര്യയ്ക്ക് ഇത് തന്നെ ആയിരുന്നല്ലോ കുഴപ്പം. എന്റെ ഡോക്ടറെ, ഒന്നും പറയണ്ട. ആദ്യത്തെ 10 മിനിറ്റ് കണ്ടിട്ട് പോകാമെന്ന് ഓർക്കും. പക്ഷേ സംഭവബഹുലമായ കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നേരം വൈകും. ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടറെ? തീർച്ചയായും നമ്മെ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പക്കൽ ദൈവശാസ്ത്രത്തിൽ എല്ലാത്തിനും ഒരു മരുന്നുണ്ട്. ആക്ച്വലി ഇതിന് നമ്മൾ
പറയുന്നത് കണ്ണടച്ചാ മാനിയ എന്നൊരു രോഗമാണ്. ഇത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഇന്നത്തെ സമൂഹത്തിൽ സന്ധ്യാസമയങ്ങളിൽ പ്രത്യേകിച്ച് കണ്ടുവരുന്ന, സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു മഹാരോഗം തന്നെയാണ്, കാർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഈ കണ്ണടച്ചാ മാനിയ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ സഭായോഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, നമ്മുടെ ചുറ്റും ഇരിക്കുന്നവര് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഇത് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഡോക്ടറെ, അത് അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റർമാര് ബൈബിൾ വാക്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അവര് ടാബ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ വിശ്വാസികൾ അതിന് തെറ്റായിട്ട് യൂസ് ചെയ്യും. അവര് വാക്യം നോക്കാനുള്ള പേരിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കയറിയിരിക്കും. തീർച്ചയായും ഞങ്ങൾ പ്രത്യേകിച്ച് ഇതിനെപ്പറ്റി ഒരു ഗവേഷണം തന്നെ ഞാൻ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത്രയ്ക്കും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗം തന്നെയാണ് ഇത്. ഇതും ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് പോലും നമുക്ക് ഈ രോഗം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതെ അതെ ഡോക്ടറെ, ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടു. ഏതോ ഒരു സഭയില് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പാസ്റ്ററിന് ഒരു മെസ്സേജ് വന്നു. പാസ്റ്റർ മാമ എന്തോ സാധനം മേടിക്കാനോ എന്തോ മെസ്സേജ് ഇട്ടതാ. അത് കേട്ടത് പാസ്റ്റർ പ്രസംഗം നിർത്തിയിട്ട് ഒറ്റ പോക്ക്. ഇത് തന്നെയാണ്, ഇവരെ കണ്ടിട്ട് തന്നെയാണ് ഇവരിങ്ങനെ ഫോളോ ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഇതിന് കുറച്ച് പ്രതിവിധികൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിരലിന്റെ അറ്റത്ത് പ്ലാസ്റ്റർ ഉണ്ടല്ലോ, അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോണ്ടൽ അധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഡോക്ടറെ, ടെക്നോളജി ഇത്രയും വളർന്നില്ലേ, ഒന്ന് ഊതിയ മാറും. അങ്ങനത്തെ ഫോണുകളുണ്ട്. അത് ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലായിടത്തും ഒരു ക്യാമറ വെക്കുക എന്നുള്ളതാണ്. ക്യാമറ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ഇച്ചിരി പരിഹാരം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം കുറച്ചൊക്കെ സഭായോഗങ്ങളിലാണെങ്കിൽ നമുക്ക് ഇത് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഏലിയാമ്മ അവിടെ ഇരിക്കട്ടെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒന്നും പറയാതെ പറയുന്ന പോലെ അന്നമ്മ, ഞാൻ ഇതിന് പ്രതിവിധി അന്നമ്മയ്ക്ക് വേണോ? ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഓക്കെ, ഞാൻ പ്രതിവിധി പറയാം. അന്നമ്മ അത് ചെയ്യാൻ തയ്യാറാണോ? ചെയ്യാൻ ശ്രമിക്കാം ഡോക്ടറെ. അന്നമ്മ ആദ്യം അന്നമ്മ ഒരു കാര്യം ചെയ്യേണ്ട, ഫോൺ അങ്ങ് താഴെ വെക്കണം. പിന്നെ TV അങ്ങ് ഓഫ് ആക്കി, TV എടുത്തങ്ങ് മാറ്റണം. ഹലോ ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഹലോ, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ തോന്നുന്നു. ഒരു പ്രശ്നവും ഇല്ല, അവർക്ക് അതൊന്നും ചെയ്യാനായിട്ട് വയ്യ. അത് തന്നെ പ്രശ്നം. ആ കോൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, നമുക്ക് ആ ആന്റിയോട് നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്ത ആരെ വിളിക്കുന്നത് നോക്കാം. ഹലോ ഹലോ, കേൾക്കാവോ? ഹലോ ഹലോ, കേൾക്കാവോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കുഞ്ഞമ്മയാണ് വിളിക്കുന്നത്. കുഞ്ഞമ്മാമേ പറഞ്ഞോളൂ. എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. സാക്ഷ്യത്തിന് എണ്ണിക്കുമ്പോ തൊട്ട് എനിക്കൊന്ന് പാട്ട് പാടണം. കുഞ്ഞമ്മ, ഇത് വലിയ പ്രശ്നമൊന്നും ഉള്ള കാര്യമല്ല. ഇത് നമുക്ക് ഒരു 65-75 വയസ്സിലുള്ള അവർക്ക് നമ്മൾ കാണപ്പെടുന്ന ഒരു ഇതൊരു രോഗമല്ല, ശീലമാണ്. അത് ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുള്ള ഒരു കുഴപ്പമാണ്. വലിയ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് സാക്ഷ്യത്തിന് മാത്രമല്ല എനിക്ക് പാട്ട് പാടണ്ടേ, എനിക്ക് പ്രാർത്ഥിക്കാൻ എഴുതിക്കുമ്പോ തൊട്ട് എനിക്കൊന്ന് പാട്ട് പാടണം. അപ്പൊ ഇതെന്തോ വലിയ കുഴപ്പമുള്ള കാര്യമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കുഞ്ഞമ്മേ? ചോദിച്ചോളൂ. കുഞ്ഞമ്മ ഗാനമേള ട്രൂപ്പിൽ നിന്ന് വല്ലതും രക്ഷിക്കപ്പെട്ട് വന്നതാണോ? അതെങ്ങനെ മനസ്സിലായി? സാധാരണയായി ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളിത് കൂടുതലായിട്ടും കണ്ടുവരുന്നുള്ളത്. പക്ഷേ ഇതിന് പരിഹാരം വേണമല്ലേ? വേണം. ഞാൻ പറയുന്ന കാര്യം ചെയ്യുവാൻ തയ്യാറാണോ കുഞ്ഞമ്മ? തയ്യാറാണ് ഡോക്ടറെ. എന്താണ് കാര്യം? ഓക്കെ, ഞാനൊരു മരുന്ന് തരാം. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുഞ്ഞമ്മ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ചങ്ങനാശ്ശേരി. ഓക്കെ, ചങ്ങനാശ്ശേരി. അവിടെ ഒരു യേശുവിൻ രക്തം എന്നൊരു ഔഷധമുണ്ട്. അത് കാൽവറി മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്നമ്മയുടെ പ്രശ്നം എന്ന് വെച്ചാൽ സന്ദർഭം അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഇടയ്ക്ക് പ്രാർത്ഥന സമയത്ത് പോലും പാട്ട് പാടുന്നത് സന്ദർഭത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യമല്ല. അത് നല്ലൊരു കാര്യമല്ല. അപ്പം ചെയ്യാൻ പറ്റുന്നത്, കുഞ്ഞമ്മ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുവിൻ രക്തം എന്ന് ആവർത്തിച്ചങ്ങ് പറയാം. അപ്പൊ എന്തോ ചെയ്യാൻ പറ്റും, നമുക്കിത് കുറച്ചൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഡോക്ടറെ. ഇതെന്ന് പറയുന്ന ഒരു പ്രലോഭനമാനിയായിട്ട് നമുക്ക് പറയാം. ഇത് 4 ആഴ്ച വീതം ചെയ്യുകയാണെങ്കിൽ കുഞ്ഞമ്മയ്ക്ക് ഇതിൽ നിന്ന് വളരെയധികം വലിയ ഫലം ഉണ്ടാകും. ഇനിയും ചിന്നമ്മയ്ക്ക് അഥവാ ഇത് കഴിച്ചു നോക്കി മാറുന്നില്ല എങ്കിൽ ഇങ്ങനെ പ്രാർത്ഥന സമയത്ത് പാട്ട് പാടുമ്പോൾ അല്ലെ സാക്ഷ്യത്തിന്റെ സമയത്ത് ഇത്ര നീട്ടി പാടുകയാണ് എങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പുറത്തിരിക്കുന്ന സഹോദരിയോടൊന്ന് പറയണം. ജസ്റ്റ് ഒന്ന് കാലിലൊക്കെ ഒന്ന് പിടിച്ചു വലിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു പറിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർഭത്തിലേക്ക് നമുക്ക് ആ തത്സമയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായിട്ടുള്ള വളരെയധികമുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. ചെയ്യാൻ കഴിയുമോ? ചെയ്യാൻ കഴിയും. അതും പോരായെങ്കിൽ പാസ്റ്ററിനോടൊന്ന് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം.
ഒന്ന് അഥവാ ചിന്നമ്മ പാട്ട് പാടാൻ തുടങ്ങുന്ന സമയത്തൊന്ന് 2 കൊട്ട് കൊട്ടാൻ അല്ലെങ്കിൽ ഉറക്കെ 2 സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഓക്കെ ആണോ? ആണ് ഡോക്ടറെ. ഓക്കെ കുഞ്ഞമ്മ, വിളിച്ചതിന് നന്ദിയുണ്ട് കേട്ടോ. നന്ദി കുഞ്ഞമ്മ, നന്ദി. ഇതിൽ നമ്മൾ കണ്ടത് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന വളരെയധികം പ്രശ്നങ്ങളാണ്. നമ്മൾ ഇത് ശരിക്കും ഒന്ന് ട്രീറ്റ് ചെയ്താൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വളരെയധികം മാറ്റാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞു തോന്നുന്നു. അതെ, സമയം കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. വിളിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. വിളിക്കാൻ വിളിച്ചു എങ്കിലും കിട്ടാത്ത പലരും ഉണ്ടെന്ന് എനിക്കറിയാം. അവരോട് ഞാൻ മാപ്പ് പറയുന്നു. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഞങ്ങൾ വീണ്ടും വരും. എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചരണമെന്റെ ശരണം നീതിയാം യഹോവയെ തിരു ശരണമെന്റെ ശരണം ശ്രീതരും തവ പാദമതൊന്നേ ശ്രീതരും തവ പാദമതൊന്നേ ഖേദമകറ്റി പരിപാലിപ്പരന്നേ ഖേദമകറ്റി പരിപാലിപ്പരന്നേ നീ സരി സരി മാരിമ പാരിപമ്മ നീ സരി സരി മാരിമ പാരിപമ്മ പസരി പനിപ മരിപ മരിപരി സനി ഒരു കരുണാര സമാന സമ നീ ഒരു കരുണാര സമാന സമാ നരിശമിനി പദാല സാപി സുഗമ നീതിയാ യഹോവയെ തിരു ചരണമെന്നെ ശരണം നീതിയാം യഹോവയെ തിരു ചരണമെന്നെ ശരണം ഏദികൾ കമൃതായേ തവ ഏദികൾ കമൃതായേ തവ വേദമിരിപ്പതനായേ വേദമോദിടും നാഗയ നീയേ വേദമോദിടും നാഗയ നീയേ വേദനയിൽ തുണയെന്നാൽ മികതായേ വേദനയിൽ തുണയെന്നാൽ മികതായേ നീ സരി സരി മാരിമ പാരിമമ്മ നീ സരി സരി മാരിമ പാരിമമ്മ പസനി പനിപ മരിപ മരിപരി സനി ഒരു കരുണാര സമാന സമ നീ ഒരു കരുണാര സമാന സമ നരിശമിനി പദാല സാമി സുഗമം നീതിയാ യഹോവയെ തിരു ചരണമെന്നെ ശരണം ശ്രീതരും തവ പാദമതൊന്നേ ശ്രീതരും തവ പാദമതൊന്നേ ഖേദമകറ്റി പരിപാലിപ്പതെന്നെ ഖേദമകറ്റി പരിപാലിപ്പതെന്നെ നീ സരി സരി മഹിമ പാരിപമ്മ നീ സരി സരി മാരിമ പാരിപമ്മ പസരി മരിമ മരിമ മരിമരി സനി ഒരു കരുണാര സമാന സമ നീ ഒരു കരുണാര സമാന സമ നരിശമിനി പദാല സാമി സുഗമ നീതിയാം യഹോവയെ തിരു ചരണമെന്റെ ശരണം നീതിയാം യഹോവയെ തിരു ചരണമെന്റെ ശരണം. Praise the Lord. Hallelujah. Thank you. ദൈവാനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇനിയും ശക്തമായി ഉപയോഗിക്കുമാറാകട്ടെ. കർത്താവിന് കൃപ കൂടിയിരിക്കട്ടെ. തുടർന്ന് ഒരു സ്മോൾ ക്വിസിന് വേണ്ടി നടത്തി നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഇത് നിങ്ങൾക്കുള്ള ഒരു ഗെയിമാണിത്, ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഞാൻ കുറെ ഫോട്ടോസ് കാണിക്കും. ആ ഫോട്ടോസ് നമ്മുടെ ക്രിസ്ത്യ ഗാനവുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ആയിരിക്കും. അത് ഏത് പാട്ടാണെന്ന് ആദ്യം കൈപൊക്കി പാടുക. അതാണ് ഗെയിം. മനസ്സിലായോ? എന്തോ അല്ല, ഈ പിക്ചർ കണ്ടോ എല്ലാരും? എന്തോ ഇത് ഓടുന്ന പിക്ചറാണ്. അപ്പൊ ഓട്ടക്കളത്തിൽ ഓടുന്നോര
അനേകരെങ്കിലോ സോങ്ങേ പാടുന്നവരെ മൊത്തം പാടണേ. ഒരു സെന്റൻസ് എങ്കിലും പാടുന്നവർ മൊത്തം പാടണം കേട്ടോ. അടുത്ത പിക്ചറാണിത്. എല്ലാരും കൂടി കയറി പാടില്ല. കൈ പൊക്കി ആദ്യം ആരാണ് കൈ പൊക്കുന്നത് അവർ മാത്രമേ പാടാവൂ. ആ ചേച്ചിയാണ് ആദ്യം പാടിയത്. പോയിന്റ് എഴുതി എടുക്കണേ. ഇത് കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോയി. അടുത്ത പിക്ചർ കണ്ടോ? അല്ല 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 ആ അതെ അതെ. കല്ലായുള്ള എല്ലാ ഉള്ളകളെയും മെഴുകുപോൽ ഉരുക്കണമേ. അതാണ് ഈ പാട്ട്. ആരാ പാടിയേ? അതല്ല അതല്ല ഇത്. അല്ലല്ല. രണ്ട് വസ്തുവാണ് നീ കാണുന്നേ. അല്ലല്ല. ഫസ്റ്റ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പാട്ട് മനസ്സിലാവും. ആ അതന്നെ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഓമന മാമ. ഇത് ആർക്കൊരു ഉഷാറില്ലല്ലോ. അടുത്ത പാട്ട്. അല്ലല്ല. ആദ്യം രണ്ട് പിക്ചറാണ്. ഒന്ന് മേളില് ഒരു പിക്ചറും താഴെ വേറെ പിക്ചറും. ആ അതെ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ. അതാണ് അടുത്തത്. അല്ല അല്ല അല്ല. അത് തന്നെ. കരയുന്ന കാക്കയ്ക്കും വയലേലോ. അടുത്ത പിക്ചർ. കാണിക്കോ? ഒരാൾ ഒരു കല്ലിന്റെ മണ്ടേ അല്ല. ഒരാൾ കല്ലിന്റെ മണ്ടേ നിൽക്കല. ആ ഓക്കെയാണ്. എന്നാലും അതിന് ചേർന്ന് കുറച്ചും കൂടെ മാറ്റാറുള്ളൊരു സോങ് ഉണ്ട്. അല്ലല്ല അല്ലല്ല. ഒരാളൊരു കല്ലിന്റെ മണ്ടേ നിൽക്കുകയാണ്. ഞാനത് കറക്റ്റ് വാക്ക് പറഞ്ഞ ചിലപ്പോ പാട്ടാണ്. എന്തോ? അല്ലല്ല. ഞാൻ പാടുവാണേ. എന്റെ കാലുകളെ ഞാൻ കേട്ടില്ല. അടുത്ത ഇത്. അതുകൊണ്ട് വേറൊരു പാട്ട് കൂടെ പാടാൻ പറ്റുമോ? എന്തോ? വേറെ ഇച്ചിരി കൂടെ സാമ്യം വരുന്നത് ഒത്തിരി ഉണ്ട്. ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് വാനവേഗെ വിശുദ്ധരെ ചേർത്തിടുവാനാ. അതാണ്. അടുത്തത് ചെസ്സിൽ പാടിയേ. മുൾമുടി അണിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരി. അടുത്ത പിക്ചർ. അത് ശരിയാണ്. എന്നാലും എന്താ അവിടെ സംഭവിക്കുന്നത്? എന്ത് ചെയ്യാം? കർത്താവ് കൈക്ക് പിടിച്ചിങ്ങനെ കൊണ്ടുപോകണം. എന്താണ് അതിനോട് ചേർന്നൊരു പാട്ട്? എൻ പ്രിയൻ വലക്കരത്തിൽ പിടിച്ചെന്നെ. അടുത്തത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കത്തും. അല്ല, ഇത് ഒരു പുല്ലുള്ള സ്ഥലമാണ്. അവിടെ ആടുകളുണ്ട്. ചേർന്നൊരു പച്ചപ്പുൽമേടുകളിൽ ദിനവും. അടുത്ത
അമ്മയെ പോലെ താനും ലാസ്റ്റ് എന്താണ്? വെള്ളത്തിൽ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന കഴിഞ്ഞിട്ടോ. അടുത്തൊരു പ്രോഗ്രാമോടുകൂടെ നമ്മൾ ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. തുടർന്ന് ഗെയിംസ് നമുക്ക് കടന്നു വന്ന് ഒരു ഗാനം എത്ര നല്ല വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ല വരുവിൻ വിനകൾ തീരും സകലവും ശുഭമാ വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ യോധനകൾ വരികിൽ ആശ്രയിച്ചിടുകി പരിശോധനകൾ വരികിൽ ആശ്രയിച്ചിടുകി വരുവിൻ വിനകൾ തീരും സകലവും ശുഭമാ വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാമതിവേഗം അങ്ങേ കരയിൽ നിന്നു ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാമതിവേഗം അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയതെന്തെന്നറിയും വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഗാനം നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നല്ലോ. ഇത്രത്തോളം സമയം നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ കർത്താവിടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മാധവരി ഭാഷകളുമായിട്ട് കടന്നു വന്നിട്ടുണ്ടല്ലോ. പ്രധാനദാസം കടന്നു വന്ന ഇരിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ തുടർന്ന് നമ്മൾ ഇത്രയും നേരവും ചില പ്രോഗ്രാമുകൾ കാണുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ താലന്തുകൾ, ദൈവം കൊടുത്ത താലന്തുകൾ അത് ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നല്ലോ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സമയങ്ങൾ നാം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയത്തെ നാം വേർതിരിക്കുന്നു. നമ്മുടെ ഈ ഇന്നത്തെ അതിഥിയായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്. തുടർന്ന് കർത്താവിന്റെ ദാസൻ പ്രിയ വർഗീശോഷവാസം കുടുംബമായി എന്ന് പറഞ്ഞു പ്രിയ ലിസ്മാമെ നമ്മുടെ നടുവിലായിരിക്കുന്നല്ലോ. ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സെന്ററിലെ അനുഗ്രഹിക്കുന്നതമായ നിലയിൽ ഈ സെന്ററിൽ ശക്തമായ നിലയിൽ നേതൃത്വം കൊടുക്കുകയും എൻ്റെ എല്ലാ ആത്മീയ കൈത്താങ്ങലുകൾ നൽകി ഇത്രത്തോളം നടത്തുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ആമേൻ സ്തുതിക്കുകയും ചെയ്യുന്നു. തുടർന്ന് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള സമയവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ അഭിഷേകനെ സ്നേഹത്തോടും ആമേൻ സ്തോത്രം ബഹുമാനത്തോടും കൂടെ ചെയ്യും. മാനസിക ഒരുക്കത്തോടല്ല നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ വേറൊരു മൈൻഡ് സെറ്റപ്പിലാണ്. രാജേഷ് പാസ്റ്റർ പറയുന്നത് നല്ലൊരു മെസ്സേജ് കൊടുക്കണമെന്നാണ്. അത് പാസ്റ്ററുടെ ഒരു വലിയ ആഗ്രഹവും ചിന്തയും എന്നെ വിളിച്ചത്. ഞാനിതിൽ നിങ്ങളോട് കൂടെ സന്തോഷിക്കാനും
നിങ്ങളുടെ അതേ സെറ്റപ്പിൽ നിങ്ങളുടെ കൂടെ ഒന്നിരുന്നൊക്കെ പോകാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഒരു മെസ്സേജിലേക്ക് ഞാൻ കയറുന്നില്ല. പ്രത്യേകാൽ എല്ലാവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ അമ്മാവന്മാരെയൊക്കെ പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയ അമ്മാവ ഞങ്ങളുടെ ശമൽ സാധനത്തിൽ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ സഹകരണം ഞങ്ങളുടെ വാത്സല്യ അമ്മാമയോട് ഒരുമിച്ചൊക്കെ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചൊരു ചിന്ത, ഞാൻ ഇന്ന് പകൽ എൻ്റെ സഭയിൽ ഞാൻ ശുശ്രൂഷിച്ചു. അതിനകത്ത് ഒരു ചെറിയ ചിന്ത, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് വളരെ പ്രാർത്ഥിച്ചാണ്. ഇവിടെ വളരെ നൂതന ആശയങ്ങൾ, ഇന്നത്തെ നിലവാരത്തിൽ വളരെ നല്ല ആശയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വിവിധ തലത്തിലൂടെ പ്രദർശിപ്പിച്ചു. അവരുടെ സ്കിറ്റിലൂടാണെങ്കിലും ഭാവനയിലൂടാണെങ്കിലും വിവിധ നിലകളിൽ കാലികമായി സഭ ചെയ്യിച്ചു വരേണ്ട അനവധി കാര്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മൾക്ക് അതിന്മേലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥന ഗത്സമനയിലെ പ്രാർത്ഥന. എന്നാൽ അതുപോലെ പ്രസക്തമായൊരു പ്രാർത്ഥനയാണ് മഹാപുരോഹിത പ്രാർത്ഥന. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം, അതൊരു നല്ല നീണ്ട പ്രാർത്ഥന, വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്കകത്ത് പിതാവിനോട് എനിക്കൊന്നും കൂടെ ഞാൻ പറയാം, നമ്മുടെ ആത്മീയ ജീവിതം നിലനിൽക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ പുറത്തല്ല. ഞാൻ ഈ അടുത്ത ദിവസങ്ങൾക്ക് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി, യേശുവിൻ്റെ പ്രാർത്ഥനയിലാണ് നമ്മൾ നിൽക്കുന്നത്. യേശു അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് യേശുവിന് വേണ്ടിയിട്ടല്ല. 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന ക്രൂസിൽ വിടുവിക്കപ്പെട്ടവരും ഇനി വിടുവിക്കപ്പെടാൻ. ദൈവിക ബന്ധമൊക്കെ എന്തിലാണ് നിൽക്കുന്നത്? നമ്മുടെ വിശുദ്ധിയിലും വേർപാടിലുമാണ്, നമ്മുടെ സാക്ഷ്യത്തിലല്ല, നമ്മുടെ പാട്ടിലല്ല, നമ്മുടെ പ്രാർത്ഥനയിലല്ല, ഈ പ്രമാണത്തിലാണ്. കുഞ്ഞുങ്ങളെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആരായിത്തീരുമോ നിങ്ങളുടെ പേരൻസിന് വിധി എഴുതാൻ പറ്റില്ല. നിങ്ങൾ കർത്താവുമായി ആ ഒരു ബന്ധം വന്നാലുണ്ടല്ലോ, അവന്റെ മഹത്വം ഇറങ്ങിയാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളല്ല തീരുമാനിക്കുന്ന, നിങ്ങളുടെ ഭാവിയല്ല തീരുമാനിക്കുന്ന, നിങ്ങളുടെ ജീവിതം തീരുമാനിക്കുന്നത് മറ്റാരുമല്ല. അവന്റെ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. അങ്ങനെയാണ് ഈ പകലിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു. നിനക്ക് സന്നിധിയിൽ പ്രമാണമുള്ള ഒരു ജീവിതം, നിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അടിസ്ഥാനപരമായ ഒരു ജീവിതം, നിന്റെ സന്നിധിയിൽ സമർപ്പിതമായ ഒരു ജീവിതം, അതിനായിട്ട് എന്നെ സമർപ്പിക്കുന്നെന്ന് പറയണം. ദൈവത്തിന്റെ സ്തോത്രം. അതിനായിട്ട് നാം ഏൽപ്പിക്കപ്പെട്ടാൽ ഹല്ലേലൂയ യഹോവയുടെ മഹത്വം എന്ത് ചെയ്യും? നമുക്കറിയാം, ഞാൻ ഈ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമുണ്ട്, എസ്തേർ ലൈഫ് പഠിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്. എസ്തേറിന്റെ പെട്ടെന്ന് ഒരു ഡെലിവറൻസ് ഒരു കൊച്ചു കാര്യമല്ല, ഭയങ്കര കാര്യം. പക്ഷെ എസ്തേറിനെ കുറിച്ച് കുറെ പദം അവിടെ എഴുതിയിട്ടുണ്ട്. അവളോട് യഹോവയ്ക്ക് അവളോട് പ്രത്യേക ഫേവർ ഉണ്ടായിരുന്നു. അവൾക്കോട് 3 പദം മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ജീവിത നാട്ടുകാരെന്നാ പറഞ്ഞു, ഈ കുഞ്ഞെന്തോ ഒരു ഭാഗ്യദോഷിയല്ലേ, ഈ കുഞ്ഞെന്തോ ഒരു കഷ്ടം, അവളെ ജനിച്ചിട്ട് അവൾക്ക് വളരാനുള്ള സാഹചര്യമില്ല, അവളുടെ ലൈഫിന്റെ അനാഥത്വം അവൾക്ക് വന്നില്ലേ? ഇല്ല. എസ്തേറിന്റെ ലൈഫിൽ വന്നത് അനാഥത്വമല്ല, മഹത്വമാണ്. മഹത്വമാണ് ലൈഫിൽ വന്നത്. എല്ലാരും പറഞ്ഞു ഈ കുഞ്ഞ് പോയി, കുഞ്ഞെ രക്ഷപ്പെടുകയില്ല, ഒക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ അവിടെ ലോകത്തിലെ ആശ്രയം രണ്ടും പോയി, ഇനി ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം, യഹോവയ്ക്ക് പ്രീതി ഉണ്ടെങ്കിൽ, യഹോവയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി, ഞാൻ ഈ ദിവസങ്ങളിൽ പ്രായമുള്ളവരോട് ഒരുപാട് പറയാറില്ല, പക്ഷെ കുഞ്ഞുങ്ങളെ പ്രതീക്ഷയോടെ ഞാൻ പറയാറുണ്ട്. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വെട്ടി മാറ്റിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്തോട്ട് വെച്ചു.
എന്ന് പറഞ്ഞാൽ നീ എത്തിച്ചേരുന്ന പകൽ അച്ഛൻ ഓർപ്പിച്ചതുപോലെ വെല്ലുവിളികൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്, പോരാട്ടങ്ങൾ പലതും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ അമാലിയക്കരുണ്ട്, നമ്മുടെ മുമ്പിൽ ഫിലിസ്ത്യരുണ്ട്, നമ്മുടെ മുമ്പിൽ ഹല്ലേലൂയ പല വെല്ലുവിളികളുമുണ്ട്. കാര്യമില്ല, ഹല്ലേലൂയ ഇന്നലെയുടെ സംഭവമല്ല നിന്നെ വിധി എഴുതുന്നത്. ഇന്നും പകൽ നീയും കർത്താവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടല്ലോ, അത് നിന്റെ ലൈഫിന് വിധി എഴുതും. ഹല്ലേലൂയ വെട്ടി മാറ്റേണ്ടതിനെ വെട്ടി മാറ്റി, പിഴുതു മാറ്റേണ്ടതിനെ പിഴുതു മാറ്റി, ഉറച്ചിരിക്കുന്നത് ചിലതിനെ ഇളക്കി കളഞ്ഞിട്ട് നിന്നെ കൊണ്ട് ഉറപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. അതാ യഹോവയുടെ മഹത്വം. ഇന്ന് പകൽ പറയും, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയൻ എന്റെ കർത്താവാന്ന് പറ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, എന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുകളും ഒന്ന് അടച്ച്. നിങ്ങളുടെ വാർഷിക യോഗമാണെങ്കിൽ നിങ്ങളോട് യേശുപ്പത്തിനൊരു സന്ദേശമുണ്ട്. മക്കളെ, നീ ഒന്ന് കണക്റ്റായിട്ട് നില്ല്. നിന്നെ കുറിച്ച് കുറച്ച് വായ്ത്തത്വങ്ങളുണ്ട് കേട്ടോ. പലർക്കും ഇല്ലാത്ത ചില വായ്ത്തത്വം നിന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. തലമുറയെ കുറിച്ച് പലതിനോടും ഇല്ലാത്ത ചില വാഗ്ദത്തങ്ങൾ ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മഹത്വം ചെറുതല്ല, ചെറുതാക്കുകയും വേണ്ട. നീ യഹോവയുടെ മഹത്വത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ലൈഫ് സ്റ്റൈൽ, യേശുവുമായി ചേർന്ന ഒരു ജീവിത അനുഭവം, ഒരു ലൈഫ് സ്റ്റൈൽ ഇന്ന് പകൽ നീ പ്രാപിച്ചെടുക്ക. ആത്മാവ് പറയുന്നു, ഇതുവരെ നിൽക്കാത്തൊരു ലെവലിലേക്കും നിനക്ക് ചെന്നെത്താൻ കഴിയാത്ത സ്ഥാനത്തേക്കും നിനക്ക് കയറി കൂടാൻ കഴിയാത്ത മേഖലയിലേക്കും ചിലത് വെല്ലുവിളിച്ചിരുന്നാലും ചിലതിനെ പിഴുതു മാറ്റി, ചിലതിനെ പറിച്ചു മാറ്റി, ചിലതിനെ വെട്ടിക്കളഞ്ഞിട്ട് നിന്നെ അവിടേക്ക് ആക്കി വെക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യം എന്ന് പകലിവിടെ വ്യാപരിക്കുക. നിന്നോട് ഫ്രീ എന്തോ കേട്ടോ, എനിക്കറിയാം. ഒരു വെളിപ്പാട് ഇന്നലെ രാത്രിയിൽ ആത്മാവെനിക്ക് രാത്രിയിൽ നൽകിയൊരു വെളിപ്പാടാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലതിനോട് പറയുന്നു, ജനനം മുതൽ യഹോവയുടെ പ്രീതിയുള്ള ചിലത് ഇതിനകത്തുണ്ട്. നീ അനുഭവിക്കുന്നത് തിക്ത ഫലങ്ങളായിരിക്കും. നീ പ്രതീക്ഷിച്ചതുപോലെ ചിലതൊന്നും നടന്നില്ലായിരിക്കാം. പലപ്പോഴും നീ ആഗ്രഹിക്കാത്ത മേഖലയിലൂടെ ആയിരിക്കാം പോകുന്നത്. പക്ഷെ നിന്നോട് പറയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, എനിക്ക് അവളോട് ഒരു പ്രീതിയുണ്ട്, എനിക്ക് അവനോടൊരു പ്രിയമുണ്ട്. വിടാതെ പിടിച്ചോ, വിടാതെ പിടിച്ചോ. ആത്മാവ് പറയുന്നു, ലെവൽ മാറ്റുന്ന, നിലവാരം മാറ്റുന്ന, സ്ഥിതി മാറ്റുന്ന, അവസ്ഥ മാറ്റുന്ന, ചിലതിനെ ബ്രേക്ക് ചെയ്യുന്നതിന്റെ മുമ്പിലേക്ക് വലിച്ചു മാറ്റുന്ന അത് മക്കളെ കുറിച്ചാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ചിലതിന്റെ കൊച്ചു മക്കളെ കുറിച്ചാണെങ്കിലും ഹല്ലേലൂയ നീ അധികം ഭാരപ്പെടേണ്ടി വരത്തില്ല. ഹല്ലേലൂയ അവരെ കുറിച്ച് അവളെ കുറിച്ച് എനിക്കൊരു കൺസേൺ ഉണ്ടെന്നേ. അവിടെ ഹല്ലേലൂയ മാറ്റേണ്ടതിനെ മാറ്റി, ചിലതിനെ അവരെ ഒഴിച്ചുവിട്ട് ഞാൻ നിനക്ക് വേണ്ടിയുള്ളത് പ്രൊവൈഡ് ചെയ്യാൻ ഇന്നും പകൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദൈവം സാധിക്കും. നിനക്കൊരു പ്രിയ അവനോടുണ്ടായിക്കോട്ടെ. നീ പറ, എനിക്ക് എന്റെ യേശു മതി എന്ന് പറഞ്ഞു. മക്കളെ ധൈര്യമായിട്ട് പറഞ്ഞു. രാത്രിയിലൊക്കെ ഉണർന്നിരുന്ന യേശോപ്പ എനിക്ക് നിന്നെ മതി എന്ന് പറഞ്ഞു. നിന്റെ ലെവല് മാറുന്നത് ആത്മാവിൽ ഞാൻ കാണുക. നീ എഴുന്നേറ്റ് പറയണം. രാത്രിയിലൊക്കെ എഴുന്നേറ്റ് പോയി യേശോപ്പ എനിക്ക് നീ മതി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മാതാക്കളെ, പിതാക്കളെ, ഹല്ലേലൂയ കർത്താവിനോട് പറഞ്ഞു, എന്റെ മക്കൾക്ക് നീ മതി, എന്റെ കൊച്ചു പൈതലിന് നീ മതി. നമ്മളെന്താ കരുതാന്, നമ്മളെന്തോ ചെയ്യാന്, നമ്മളൊക്കെ ചെയ്താൽ പരിമിതിയില്ലേ?
എന്തിനാ പരിമിതിയിട്ട് ബന്ധങ്ങളെ ഒതുക്കി കളയുന്നത്? എന്തിനാ പരിമിതിയിട്ട് ബന്ധങ്ങളെ ഒതുക്കി കളയുന്നത്? അപ്പനോട് ചേർന്ന് നിൽക്ക്, പറ എന്റെ കരം ശൂന്യമാ, പക്ഷെ നിന്റെ കരം ശൂന്യമല്ല. എനിക്ക് നീ ആ വലിയവനെന്ന് പറ. എനിക്ക് നീ ആ വലിയവൻ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ അറിയാതെ അല്പം വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇന്നും പകൽ ഞാൻ പറയുന്നു, ചിലതിന്റെ ഛായ മാറുകയാ, ചിലതിന്റെ നില മാറുകയാ, ചില തീരുമാനങ്ങൾ റോക്കറ്റ് പോലെ ചിലതിനെ പറപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പകലെവിടൊക്കെ തൊട്ടോ, ഏതൊക്കെ സബ്ജക്റ്റുകളെ തൊട്ടോ, അതെവിടെയോ, ഏത് രാജ്യത്തോ, ഏത് ഭൂഖണ്ഡത്തിലോ, എവിടെയൊക്കെയാണോ ആത്മാവി വെളിപ്പാടിൽ ഏതൊക്കെ കുടുംബത്തെ, വ്യക്തികളെ തൊട്ടോ, അതൊക്കെ അതിന്റെ സ്പർശനം നടക്കട്ടെ, അതിന്റെ ഡെലിവറൻസ് നടക്കട്ടെ. ഹല്ലേലൂയ. 24-ന്റെ 5-ാം മാസത്തിൽ ഹല്ലേലൂയ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാചനം നീ വെറുതെ അയക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ യാക്കോബിൽ വചനം അയച്ചു, അത് ഇസ്രായേലിൽ ചെന്ന് വീണെങ്കിൽ ഇന്ന് പകൽ ഈ വചനം അയക്കുന്നത്, ചെന്ന് വീഴുന്നത് യാക്കോബിൽ അല്ല കർത്താവേ, ഇസ്രായേൽ. അത് യഹോവയുടെ പ്രവൃത്തിയുടെ വാഗ്ദത്തത്തിന്റെ, അത് ഡെലിവറൻസിന്റെ മേഖലയായി മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ നന്ദി അറിയിക്കുന്നു. Jeremy Matthew Titus. Thank you, Pastor. Thank you. Another Pastor Bobby Susha, Pastor please remember on that. Another Johan Rajesh. Matthew Titus. Asher Joby. Another Jeshuru. Thank you. Another Nama Sabha Secretary Josiah. Josiah. Abijah. Joseph, thank you. After that, Aiden.
ദൈവത്തോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. അടുത്തതായി നമ്മുടെ പാസ്റ്റർ അപ്പച്ചൻ ഇത്രയേറെ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ കുടുംബം നമ്മളെ ഓർത്ത് നമ്മളെ സ്നേഹിച്ച അപ്പച്ചൻ വന്നല്ലോ, അതിന് അപ്പച്ചനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഷാറോണിന്റെ സെൻട്രൽ മിനിസ്റ്ററായിട്ട് അനുഷ്ഠിക്കുന്ന പാസ്റ്ററിനോടുള്ള അഭിശോഷ പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഉണ്ടായിട്ടും അവർ നമ്മളെ ഓർത്ത് വന്നല്ലോ. അടുത്തതായിട്ട് നമ്മുടെ ജോൺസൺ പാസ്റ്ററിനോട് കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രസൻസോട് നമ്മുടെ സെയിം ഇത്രത്തോളം ദൈവം അല്ല നമ്മൾ അനുഗ്രഹിച്ചുള്ള അതിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ചർച്ചിന്റെ പാസ്റ്ററുകളായിട്ടുള്ള ഒരു രാജശാസ്ത്രത്തോടുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ഇത്രത്തോളം നമ്മളെ എല്ലാം ഗൈഡ് ചെയ്തു, നമുക്കെല്ലാം ചെയ്തു തന്നു. ഇത് പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് സത്യത്തിൽ നല്ല പേടിയായിരുന്നു. പാസ്റ്ററുകളെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തി. എന്നിട്ട് പാസ്റ്ററുകൾ എന്നെ ഇതൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അതിന് പ്രത്യേക നന്ദി ഞാൻ പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് നന്ദി പറയാനുള്ള സീനിയർ മെമ്പേഴ്സിനോടാണ്. ഇത് ഇത്രത്തോളം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ പേരെടുത്ത് പറയേണ്ടത് നമ്മുടെ പിള്ളേരോടാണ്. അത് കഴിയുമ്പം നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ ജസ്റ്റ് ചേച്ചി അവരൊക്കെ പിള്ളേരല്ല, എങ്കിലും അവര് ഇത്രയും നമ്മളോട് സ്നേഹിച്ച് അവര് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ടും വന്ന് ചെയ്തു. ബിബിനസ് ഇന്ന് രാവിലെയാണ് അച്ഛൻ എത്തിയത്. ഇവിടെ ദൂരെ ആയിരുന്നിട്ട് നമ്മളെ സ്നേഹിച്ച് വന്ന് നമ്മുടെ സീനിയേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനെയുള്ള എല്ലാവരും നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് എനിക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ സൺഡേ സ്കൂളിന്റെ സെക്രട്ടറി ഓളിനോടായിട്ടുള്ള അച്ഛനോടാണ്, ബാബുച്ചനോടാണ്. അങ്കിളും എല്ലാത്തിനും കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആരെയും വിട്ടുപോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. എല്ലാവരോടുള്ള പ്രത്യേക നന്ദി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം ഞാൻ ചിന്തിച്ചപ്പോൾ തന്നെ ഏവരോട് ഞാൻ പറഞ്ഞു, ഞാനിതിനകത്ത് ഇടപെടത്തില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ, എനിക്ക് ശനിയാഴ്ച വൈകിട്ട് പ്രോഗ്രാം ഒന്ന് കാണണം, കണ്ടതിന് ശേഷം നമുക്ക് ക്രമീകരണം ചെയ്യാമെന്ന് പറഞ്ഞ്. എന്നാൽ വളരെ മനോഹരമായ നിലയിൽ പ്രിയപ്പെട്ടവരൊക്കെ പിന്നെ നമുക്ക് പ്രത്യേകം പറഞ്ഞു, എൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദി. കർത്തദാസന്മാർ, നിങ്ങളുടെ സാന്നിധ്യം കുടുംബമായിട്ട് നിങ്ങൾ കടന്നു വന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള കർത്തദാസന്മാരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവർ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇത്രത്തോളം കർത്താവ് നമ്മെ മാനിച്ച് അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി നമുക്കൊരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഥാവിദാസ പ്രിയ പരിശുദ്ധ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും കഥാവിദാസ പ്രിയ അവൻ ആശീർവാദം പറയും.